നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടി ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങനെ തോന്നി. ഇങ്ങനെ കിടക്കുമ്പോ കിട്ടുന്നൊരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് യെസ്, കളക്ടർ എന്ന നിലയിൽ ഇതെന്റെ പേഴ്സണൽ താല്പര്യമാണ്. ദാ വെള്ളം കുടിക്ക്. നമുക്ക് കുട്ടിയുടെ എന്തെങ്കിലും വിവരം കുടിക്കടി. ഇപ്പൊ സമാധാനായല്ലോ. എങ്കി വാ, ഇനി ഇവിടെ നിക്കണ്ട. പപ്പി, നീ ഇവിടെ ആരും കാണാതെ ഒളിച്ചിരുന്നോ? ഞാനിപ്പ വരാവേ. യെസ്, അവര് തന്ന കംപ്ലൈന്റ് അവിടെ ഇരിക്കട്ടെ. കളക്ടർ എന്ന നിലയിൽ ഇതെന്റെ പേഴ്സണൽ താല്പര്യമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടിയുടെ എന്തെങ്കിലും വിവരം കിട്ടിയിരിക്കണം. നീ കുടിക്ക്. അതെ, സ്കൂൾ ബാഗും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ പകൽ മുതലുള്ള നഗരത്തിലെ CCTVകളാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ശരി ശരി, ഞാൻ വരാം. എന്താ മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അവര് പരിശോധിക്കുന്നുണ്ടമ്മേ, നമുക്ക് നോക്കാം. രാത്രിയായതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അയ്യോ, ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കുഞ്ഞേച്ചി. ശാരദേ, മോളെ, പോലീസ് അവരുടെ വഴി അന്വേഷിക്കട്ടെ. മോള് പറഞ്ഞ അവരൊരു വീഴ്ചയും വരുത്തില്ലെന്ന് അച്ഛൻ അറിയാം. പക്ഷേ നമുക്കിവിടെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ലല്ലോ. എനിക്കിവിടെ ചില ബന്ധങ്ങളുള്ളതല്ലേ. ഞാനും എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കാം. രാവിലെ പേപ്പറിടാൻ പോകുന്ന ഒരു സംഘം ജംഗ്ഷനിലുണ്ട്. പാതിരാത്രിയാ അവര് പത്രബണ്ടിലുകൾ സോർട്ട് ചെയ്യുന്നേ. ഇപ്പൊ പോയാ അവരോട് തന്നെ ആദ്യം പറയാം, വഴിയിൽ കുട്ടികളെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കണേന്ന്. ശാരദ, വാതിലടച്ചോ, ഞാൻ പോയിട്ട് വരാം. മോളെ, എന്റെ ശ്യാമേ, നീ ഒന്ന് സമാധാനിക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ? കുഞ്ഞേച്ചി, പപ്പി. ഈശ്വര. നമ്മുടെ പപ്പി മോളെ കാണാനില്ല. മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോടി? കണ്ടുപിടിച്ച് കൊണ്ടുവരൂ അമ്മേ.
പുലരും മുമ്പ് തന്നെ. എന്താടി ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങനെ തോന്നി. ഇങ്ങനെ കിടക്കുമ്പോ കിട്ടുന്നൊരാശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പണ്ട് കുഞ്ഞേച്ചിയും വലിയേച്ചിയും ഞാനും ഒക്കെ നമ്മൾ 4 പേര് ഒരുമിച്ചല്ലേ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നത്. ഇന്നിപ്പോ നമ്മൾ 4 ആളും 4 വഴിക്കായി. അതെ, ശാരീരിക സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളുവാ എപ്പോഴും കഷ്ടപ്പാടുകളുടെ നടുവില്. അതാലോചിക്കുമ്പോ പഴയ ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ ആവിയായി പോവും. എന്നാ ഇനി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുക? അങ്ങനെയൊന്നും ഇപ്പൊ അമ്മ ആലോചിച്ച് കൂട്ടണ്ട. ശാരികേച്ചി സമാധാനമായിട്ട് ജീവിക്കുകയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? അത് എത്രമാത്രം കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണെന്ന് അമ്മ ആലോചിച്ച് നോക്ക്. ഞങ്ങളും ഇപ്പൊ ആ പരീക്ഷണ ഘട്ടങ്ങളില്ല. നാളെ നമുക്കും ഉണ്ടാവും അതേ സുരക്ഷിതത്വവും സന്തോഷവും എല്ലാം. അല്ലേടി? അതെ കുഞ്ഞേച്ചി, അതാ ഞാനും ആഗ്രഹിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. ആഗ്രഹിച്ചാ നടക്കൂന്നല്ലേ പറച്ചില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേല് എന്റെ പ്രാർത്ഥന എപ്പോഴും കാണും. അത് മതി ദൈവങ്ങൾ കനിഞ്ഞ് അനുഗ്രഹിക്കാൻ. രണ്ടാളും കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ. അച്ഛൻ പപ്പിമോളെയും കൊണ്ട് തിരിച്ചു വരുമ്പോ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്ത് പറ്റി പപ്പി? ഉറക്കം വരുന്നില്ലേ? കണ്ണടയ്ക്കുമ്പോ അമ്മയുടെ കരയുന്ന മുഖം സത്യ കാണുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.